ഫ്രണ്ട്സ്, ബിബീസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം എത്തിയല്ലോ. അപ്പോഴേ നമുക്ക് ഓണസദ്യക്കും വിവാഹ സദ്യക്കും ഒരുപോലെ ഇലയിൽ വിളമ്പുന്ന ഒരു പ്രധാന കറിയാണ് ബീട്രൂട്ട് പച്ചടി. എല്ലാ കല്യാണങ്ങൾക്കും കാണാൻ വിളമ്പുന്നുണ്ട്. ഓണസദ്യക്കാണ് നമ്മൾ ഇലയിൽ വിളമ്പുന്ന ഒരു വിഭവമാണിത്. തൊടുകറിയിൽ പെടുന്നൊരു വിഭവമാണിത്. അപ്പോൾ നമുക്കിന്ന് ബീട്രൂട്ട് പച്ചടി എന്ന് വെച്ച് നോക്കിയാലോ. രൂപ എല്ലാവർക്കും അറിയാം വെക്കാൻ. എങ്കിലും നമുക്ക് നമ്മുടെ ചാനലിലൂടെ ഇതൊന്ന് കാണാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ എടുത്തേക്കുന്ന ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് തേങ്ങ, ഒരു കപ്പിൻ്റെ അരക്കപ്പ് തേങ്ങ, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ലേശം നല്ല ജീരകം. നമുക്കെന്നാ പച്ചടി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്കെന്നാ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ചെത്തി തൊലിയൊക്കെ കളഞ്ഞൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാവേ. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി പച്ചടി ഉണ്ടാക്കാവേ. അപ്പോഴേ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടേ. നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ആ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ടേ. തേങ്ങയും ഇഞ്ചിയും ചെറിയ ജീരകവും കൂടെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ. പച്ചമുളക് ഇതിൻ്റെ അകത്ത് അരയ്ക്കുമല്ലോ കേട്ടോ. പച്ചമുളക് ഇതിൻ്റെ അകത്ത് മുറിച്ചിട്ട് വേണേ. ആ 2 പച്ചമുളക് നമ്മൾ 4 മുറിച്ചിട്ടിട്ടുണ്ടേ. നമുക്ക് ഇറക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാവേ. പച്ചമുളകിൻ്റെ എരിവൊന്ന് ഇറങ്ങട്ടെ. അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര എരിവായി പോകും. കുട്ടികളെ കഴിക്കേണ്ടതുകൊണ്ടേ ഇങ്ങനെ ഇടുക നല്ലത്. അപ്പം എടുത്ത് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. വെന്തിട്ടുണ്ടേ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കാവേ. അരപ്പ് ഈ കുഴമ്പ് പോലെ അരയണ്ട കേട്ടോ. ഇതൊരു മീഡിയത്തിൽ ഈ അളവിൽ അരഞ്ഞാൽ മതി. ഉണ്ടോ? ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തു ഇളക്കി അന്നേരം തന്നെ ഓഫ് ചെയ്യണേ. അല്ലെന്നുണ്ടെങ്കിൽ വിരിഞ്ഞു പോകുന്നതായിരിക്കും. നമുക്ക് പെട്ടെന്ന് തൈര് ഒഴിച്ചു കൊടുക്കാവേ. ഓഫ് ചെയ്തേക്കാവേ. ഈ ചട്ടിയുടെ ചൂടിന് വെന്താൽ മതി ഇത് തൈര്. നമ്മൾ ഓഫ് ചെയ്തേക്കുവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനായിട്ട് കടുകും കരിവേപ്പിലയും കൂടെ താളിച്ചൊഴിക്കാം. സദ്യ കൂട്ടുകാരെ, നമ്മുടെ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഓണം സ്പെഷ്യൽ എന്ന് പറയാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോവാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കണം കേട്ടോ.